ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ ഇന്നിവിടെ അഭിമാനത്തോടു കൂടിയാണ് ആദ്യമായിട്ട് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെയൊരു പ്രകടനവും ജില്ലാ സമ്മേളനവും നടത്തുന്നതിൻ്റെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കറിയാം, ഒരു സംഘടന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമാണ് സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുക എന്ന്. സൗഹൃദം എന്ന് പറയുമ്പോൾ നാം പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, നാം തമ്മിലുള്ള സൗഹൃദം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം, മറ്റ് സമൂഹത്തിലുള്ള ഇതര സംഘടനകളുമായിട്ടുള്ള സൗഹൃദം, മറ്റ് വ്യാപാര സംഘടനകളുമായിട്ടുള്ള സൗഹൃദം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള സൗഹൃദം, അങ്ങനെ സമസ്ത മേഖലകളിലുമുള്ള സൗഹൃദത്തിലൂടെ നമ്മുടെ സംഘടനയെ വളർത്തുക എന്നൊരാശയമാണ് നമ്മുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ വേറൊരു കാര്യം കൂടി പറയാറുണ്ട്, ഏതൊരു സൗഹൃദവും സംഘടനയിൽ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാകും. ആ ചട്ടക്കൂട് ഭേദിച്ചുകൊണ്ട് പോയ ഒരു സംഘടനയിൽ നിലനിൽക്കുകയില്ല. ഏതൊരു സംഘടനയിൽ നിലനിൽക്കണമെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായ ചട്ടക്കൂടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആ ചട്ടക്കൂട് ഭേദിച്ചത് കൊണ്ടാണ് ചില മുൻകാല അനുഭവങ്ങൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഉണ്ടായത്. ഞാൻ പറയാതെ തന്നെ അറിയാം നിങ്ങൾക്ക് എങ്ങനെ ഒരു നേതാവ് ഉണ്ടാകുന്നത്. ഒരു നേതാവ് എന്ന് പറയുന്നത് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അണികളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുകയും തൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും നന്മകളും, നമ്മളിപ്പോഴും നമുക്കറിയാം കമാൻഡർ കെ കുര്യാക്കോസിൻ്റെ അനുസ്മരണം എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട്. ഇപ്പം മരണശേഷവും നിലനിൽക്കുന്ന ഓർമ്മകൾ, നന്മകൾ, പ്രവർത്തനങ്ങൾ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഒരു നേതാവ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതെല്ലാം മറന്നുകൊണ്ട് ഞാനാണ് സംഘടന എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ആരാണെങ്കിലും ഞാനാണെങ്കിലും അത് ഒരിക്കലും നിലനിൽക്കുകയില്ല. നമ്മുടെ പ്രസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു കാരണവശാലും അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ്റെ പഴയ കാല പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ എത്തുമ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടെ കേൾക്കുന്ന ഏറ്റവും വലിയൊരു പരാതി, ഇവിടെ സംഘടന വളരെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ യൂണിറ്റുകൾ തമ്മിൽ ഒരുപാട് അകലങ്ങളുണ്ട്, അതിനിടയ്ക്ക് കുന്നുകളുണ്ട്, അതിനിടയ്ക്ക് മലകളുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനം ഇടുക്കി ജില്ലയിൽ പച്ച പിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് മുൻകാല നേതാക്കളിൽ ചിലരെല്ലാം നമ്മളോട് സൂചിപ്പിച്ചത്. അപ്പം നമ്മളൊരു സംഘടന വളരണമെങ്കിൽ എന്താണ് തടസ്സമെന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കണം. അങ്ങനെയുള്ളൊരു സംസ്ഥാന നേതൃത്വമുള്ളൊരു സംഘടനയാണ് നമ്മൾ. അപ്പം എവിടെയാണ് നമ്മുടെ സംഘടന ഇടുക്കി ജില്ലയിൽ വളരാത്തത് എന്ന് അതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയും ആ കാരണം നിശേഷം ഇല്ലാതാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ സംഘടന ഇന്ന് ഇടുക്കി ജില്ലയിൽ ഏറ്റവും നല്ലൊരു വ്യാപാര സംഘടനയായിട്ട് വളരാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു മികവ്. അതിനേറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ശ്രീ MS സജി നേതൃത്വം കൊടുക്കുന്ന ഇടുക്കി ജില്ലാ നേതൃത്വവും ഒപ്പം തന്നെ ജെയിൻ ജോസഫിനടക്കമുള്ള തൊടുപുഴ യൂണിറ്റ് കമ്മിറ്റിയുടെയും ഒപ്പം തന്നെ ഇപ്പോൾ വളർന്നു വരുന്ന രാജാക്കാട് യൂണിറ്റ്, കുമിളി യൂണിറ്റ് അടക്കം എല്ലാ യൂണിറ്റുകളും വളരെ ശക്തമായ ഒരു പ്രവർത്തന ശൈലിയാണ് കാഴ്ചവെക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സമാന സംഘടനകളുമായിട്ട് വളരെയധികം വ്യക്തിബന്ധം പുലർത്തുകയും അതുപോലെ തന്നെ അവരുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നൊരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഇന്ന് വ്യാപാര മേഖല, ഹോട്ടൽ മേഖല മാത്രമല്ല, കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖല വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ ചെറുകിട വ്യാപാര മേഖല നിലനിൽക്കണമെങ്കിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതര വ്യാപാര സംഘടനകളുമായി നല്ല സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധം കേൾക്കാർക്കുണ്ടായിരുന്നു. നമുക്കറിയാം, ഓൺലൈൻ ബിസിനസ് ഇവിടുത്തെ ചെറുകിട വ്യാപാര മേഖലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് അനിയന്ത്രിതമായ തട്ടുകടകൾ, യാതൊരു നിയമവ്യവസ്ഥകളുമില്ലാതെ, ലൈസൻസ് ഒന്നുമില്ലാതെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വരുന്ന അനിയന്ത്രിതമായിട്ടുള്ള തട്ടുകടകൾ അടക്കമുള്ള വ്യാപാര മേഖല ഇവിടുത്തെ ചെറുകിട ഭക്ഷണ വിതരണ മേഖലയ്ക്ക് മാത്രമല്ല വ്യാപാര മേഖലയ്ക്ക് മൊത്തത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. പല സ്ഥാപനങ്ങളും ഹോട്ടലുകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളും അടച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് കൂടെ അന്യായമായിട്ടുള്ള വിലക്കയറ്റം. നമുക്കറിയാം, 20 രൂപയിൽ കിടന്ന സവാള 80 രൂപയിലേക്ക് 100 രൂപയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സവാള മാത്രമല്ല, സവാള ചിലപ്പോൾ കുറച്ചാണെങ്കിൽ കുറയുമായിരിക്കും. ഏതൊരു സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിനും സാധാരണ 10% 20% വില വർദ്ധിപ്പിക്കും. അങ്ങനെയല്ല, 100%, 200%, 300% വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് ഒരു 10% വില വർദ്ധിപ്പിച്ചാൽ അതിനെതിരെ പ്രതികരിക്കുന്ന വ്യാപാര സംഘടനകളെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞാൽ ഇതര വ്യാപാര സംഘടനകളുമായിട്ട് സൗഹൃദത്തിന്റെ കരമാണ് ഞാൻ നീട്ടുന്നത്. എല്ലാ വ്യാപാര മേഖലയും നിലനിൽക്കണം. ചെറുകിട വ്യാപാര മേഖല ബഹുമാന്യനായ ശ്രീ രാജു അപ്സരയും മറ്റും നമ്മളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുകയും നമ്മളുടെ കൂടെ ഒരു നേതാവായിട്ടാണ്
നമ്മൾ രാജോത്സരെ കണ്ടിരിക്കുന്നത്. ഒരിക്കലും രാജോത്സരെ പോലുള്ള നേതാക്കന്മാർ കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയുടെ നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന എല്ലാ ബഹുമാനവും കൊടുക്കുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി സമിതിയുമായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 36 സംഘടനകൾ കൂടി ഈ രാജ്യത്തൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പ്രസിഡന്റായിട്ട് വന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതിനകത്ത് ഭൂരിപക്ഷവും വ്യാപാരി വ്യവസായി സമിതിയുടെ പോഷക സംഘടനകളായിരുന്നു. GSTക്കെതിരെ ആദ്യമായിട്ട് നമ്മുടെ തലസ്ഥാനത്ത് ഒരു വ്യാപാര സംഘടന സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ്. കാരണം സമരം ചെയ്യാൻ പോകുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയോ ജാതിമത ചിന്തകളോ രാഷ്ട്രീയമോ ഇല്ലാതെ ശക്തമായി തന്നെ പ്രതികരിക്കുന്ന ഒരു വ്യാപാര സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. അതാരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുമ്പോഴും യാതൊരു കാരണവശാലും സ്വന്തം നിലനിൽപ്പിന് കൊണ്ടുവരുന്ന ഏതൊരു പ്രവർത്തനങ്ങളെയും ശക്തമായിട്ട് എതിർക്കുവാനുള്ള യൂണിറ്റ് ജില്ലാതല ശക്തമായ വേരോട്ടമുള്ള ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. രാജാക്കാട് എന്താണ് സംഭവിച്ചത്? രാജാക്കാടിൽ 10% 12 രൂപയുടെ ചായക്ക് 13 രൂപ 14 രൂപയാക്കി എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? ചില പോഷക സംഘടനകൾ, ചില വ്യാപാര സംഘടനകൾ അതിനെതിരായിട്ട് എതിർപ്പായിട്ട് വന്നു. എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്? വ്യാപാരി വ്യവസായ സമിതിയുണ്ട്. ബഹുമാനായ ശ്രീ രാജുധരണിയെ പോലുള്ള നല്ല നേതാക്കന്മാർ, രാജോത്സരെ പോലുള്ള നല്ല നേതാക്കന്മാരെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മൾ എവിടെ നിന്നാണ് പലചരക്കും പച്ചക്കറിക്ക് മേടിക്കുന്നത്? ഇവിടുത്തെ വ്യാപാരി വ്യവസായ സമിതിയുടെ കടകളിൽ നിന്നാണ്. പിന്നെ അവരെ കുറച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റില്ല, സാധിക്കില്ല, അവരെ കൊണ്ട് സാധിക്കില്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഇതുപോലെ തന്നെ പീഡനം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഇവിടുത്തെ പലചരക്ക് കച്ചവടക്കാരും പച്ചക്കറി കച്ചവടക്കാരും മീൻ കച്ചവടക്കാരും അടങ്ങുന്ന ചെറുകിട വ്യാപാര മേഖലയെന്ന് തികച്ചും ബോധ്യമുള്ള ഒരു സംഘടനയാണ് KHRA. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇത്തരം വ്യാപാര സംഘടനകളുമായിട്ട് യാതൊരു വിധത്തിലും ഒരു തർക്കത്തിലോ പ്രശ്നങ്ങൾക്കോ നമ്മൾ പോകാറില്ല. പക്ഷെ അത് നമ്മുടെ ബലഹീനതയായിട്ട് നമുക്ക് കാണാൻ അനുവദിക്കാറുമില്ല. 1964 രൂപ കൊണ്ടൊരു സംഘടനയാണ് KHRA. 1987 വ്യാപാരി വ്യവസായ സമിതി വന്നത്. അവരുടെ വലിപ്പമെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു, ജ്യേഷ്ഠ സഹോദരനായിട്ട് അവരെ അംഗീകരിക്കുന്നു. പക്ഷെ അതെല്ലാം ആ ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു ചെറുകിട ഭക്ഷണ വിതരണ മേഖലയ്ക്ക് ആവശ്യമായ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ മാനിക്കും. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിന് ജ്യേഷ്ഠനുണ്ടെങ്കിൽ കുടുംബത്തിന് ഹിതകരമായതല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ കുടുംബത്തിന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. എന്തൊക്കെ സൂചിപ്പിക്കുന്നത് ഒരിക്കലും ഒരു എതിർപ്പിന്റെ സ്വരത്തിലല്ല, സ്നേഹത്തിന്റെ സ്വരത്തിൽ തന്നെയാണ്. വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ വ്യാപാരി വ്യവസായ സമിതിയും വ്യാപാരി വ്യവസായ സമിതിയും KHRA അടക്കമുള്ള എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ അതാത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നാം ചെയ്യുകയും വേണം. ഇവിടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഞാൻ വിഷമത്തോടുകൂടി തന്നെയാണ് പറഞ്ഞത്, എൻ്റെ സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ചില ദാർഢ്യ സ്വഭാവങ്ങൾ മറ്റ് സംഘടനകൾക്കൂടെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന രീതിയിലാണ്. അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. എപ്പോഴും ഞാൻ രാജോത്സവ അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞു, കാരണം അത്രയേറെ ബന്ധമാണ് അദ്ദേഹവുമായിട്ടൊക്കെ നമുക്ക്. ഇപ്പൊ ഒരിക്കലും ഈ ഇടുക്കി ജില്ല വിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മറ്റുള്ള ജില്ലകളിലെല്ലാം തന്നെ വ്യാപാരി വ്യവസായ സമിതിയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ഇടുക്കി ജില്ലയിൽ ഞാൻ പറയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ രാജോത്സവയും മധുരശ്രീയും പോലുള്ള നല്ല നേതാക്കന്മാർ ഇവിടെ ഒത്തിരിയേറെ പേരുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും വ്യാപാരി വ്യവസായ സമിതിയുമായിട്ടൊക്കെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നത്. ഇപ്പോഴും നമ്മൾ എടുത്തു ചാടാറില്ല. കാരണം അവരിങ്ങോട്ട് എതിർത്തുകൊണ്ട് വരുമ്പോഴും നമ്മൾ സ്നേഹത്തിന്റെ സ്വരം തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ നമുക്കൊരു പരിമിതിയുണ്ട്. നമ്മുടെ സംഘടന അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ആ ഏതറ്റം വരെയും പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇതിനു മുമ്പ് ചില കറുത്ത കരങ്ങൾ നമ്മുടെ ജില്ലയിൽ നമുക്കറിയാൻ കഴിഞ്ഞോണം. നമ്മുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ സംഘടനയ്ക്ക് ഹിതകരമായ രീതിയിലല്ലാത്ത രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ആളെ 24 മണിക്കൂറിനുള്ളിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ ആഗ്രഹമുള്ള ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. അങ്ങനെ യാതൊരു വിധത്തിലും പേടിക്കുന്ന ഒരു സംഘടനയുമൊന്നുമല്ല. പേടിയില്ല എന്ന് പറയുമ്പോൾ ആരെയും പേടിപ്പിക്കുന്ന സംഘടനയുമല്ല. എന്നും രാഷ്ട്രീയ കക്ഷികളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു. അതുപോലെ തന്നെ ഇതര മതങ്ങൾ നമുക്കറിയാം, നമ്മുടെ KHRA സംബന്ധിച്ചിടത്തോളം എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേപോലെ കണ്ടുകൊണ്ട് എല്ലാ മതങ്ങളെയും ഒരുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒരുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഘടനയാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2-3 വർഷക്കാലത്തെ ഇടുക്കി ജില്ലയിലെ പ്രവർത്തനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് എപ്പോഴും തങ്കലിപികളാൽ കുറിക്കപ്പെടുന്ന ഒരു പ്രവർത്തനമായിരിക്കുമെന്ന് എനിക്ക് ശക്തമായ തന്നെ ഉറപ്പുണ്ട്. അതിലെനിക്ക് അഭിമാനവുമുണ്ട്. കാരണം അത്രയേറെ നല്ല പ്രവർത്തനങ്ങളാണ് ഈ ജില്ലയിലും ഈ യൂണിറ്റിലുമെല്ലാം ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ജയൻ ജോസഫിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജയൻ ജോസഫ് വാദമൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല, അധികം സംസാരിക്കില്ല. പക്ഷെ അധികം സംസാരിക്കാത്തവരാണ് അധികം പ്രവർത്തിക്കുന്നവർ എന്നുള്ളതിൽ ഉദാഹരണം കൂടിയാണ് ഇവിടുത്തെ ജയൻ ജോസഫ് അടക്കമുള്ള ഒരു വ്യക്തി മാത്രമല്ല ഞാൻ പറയുന്നത്, അവിടുത്തെ നല്ല പ്രവർത്തകർ, നല്ല പ്രവർത്തന ശൈലിയാണ്.
അതുപോലെ തന്നെയാണ് ജില്ലയിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാജാക്കാട്, മടിമാലി, സന്തോഷം അടക്കമുള്ളവർ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, കൊമഡിയിലാണെങ്കിൽ ശ്രീ മുഹമ്മദ് ഷാജിയുടെ നേതൃത്വത്തിൽ, ഷാജുവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെയും ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടെ ശ്രീ വി മത്തായി CPM ജില്ലാ സെക്രട്ടറി എന്നോട് എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഏറ്റവും സ്നേഹാദരവുകളോടുകൂടി അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നാം നേരിടുന്ന പ്രശ്നങ്ങൾ വിഷയാവതരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കാരണം സമയം കുറവുമ്പോൾ നമ്മൾ നേരിടുന്ന വിഷയം പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് തന്നെ ബോറടിക്കും. കാരണം അത്രയേറെ പ്രതിസന്ധികളാണ്. ഇപ്പം നമുക്കറിയാം GST വീണ്ടും വാടകയ്ക്ക് 18% GST അടയ്ക്കുന്നു. ഈ വാടകയ്ക്ക് GST 18% അടയ്ക്കണമെന്ന് പറയുമ്പോൾ വാടകയ്ക്ക് 15% GST അടയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഇൻപുട്ട് ആനുകൂല്യം ഉള്ളതുകൊണ്ടാണ് ഗവൺമെൻറ് ആ രീതിയിൽ 18% GST ഏർപ്പെടുത്തിയത്. പക്ഷേ ആ കൂട്ടത്തിൽ ഇൻപുട്ട് ആനുകൂല്യം ഇല്ലാത്ത റെസ്റ്റോറൻറ്റ് മേഖലയ്ക്ക് 5% GST മാത്രം കളക്ട് ചെയ്യുന്ന ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് മേഖലയ്ക്ക് 15% GST കയ്യിൽ നിന്ന് എടുത്തടയ്ക്കണമെന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ന്യായീകരിക്കുന്നതല്ല. ആദരണീയ ധനവകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമന്റെ ശ്രദ്ധയും നമ്മളിത് പെടുത്തിയിട്ടുണ്ട്. അടുത്ത GST കൗൺസിലിൽ അതിനാവശ്യമായ ഒരു ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം മാഡം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. നാം ദൈനംദിനം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനെല്ലാം തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സംസാരിച്ചുകൊണ്ട്, നമുക്കറിയാൻ കഴിഞ്ഞ തവണ നമുക്ക് ലൈസൻസ് പുതുക്കി തരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹൈക്കോടതിയുടെ ഒരു ഇടപെടലുണ്ടായി. ഉറവിട മാലിന്യ സംസ്കരണം ഏർപ്പെടുത്താത്ത കേരളത്തിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹോട്ടൽ മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കാനൊരു തടസ്സം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ MP രാജേഷുമായിട്ട് സംസാരിച്ചു. നമ്മളുടെ ആശങ്കയും മറ്റും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്കിത് പരിഹരിക്കാം എന്ന് പറയുകയും ചെറുകിട ഹോട്ടലുകളെ വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിധിവരെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹരിക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇന്നും ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് മിനിസ്റ്റർ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാണിജ്യ വകുപ്പിൻ്റെ കീഴിൽ അദ്ദേഹം ബഹുമാനായ ശ്രീ രാജവർദ്ധനെയും ശ്രീ VKC അവരുടെയും അതുപോലെ തന്നെ കേരള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ എന്നെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നാം പറയുന്ന കാര്യങ്ങൾക്ക് പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ പോലും ചെറുകിട പ്രസ്ഥാനങ്ങളിൽ നിന്ന് നിലനിൽപ്പിൻ്റെ ഒരു ഭീഷണി തന്നെയുണ്ട്. സമയം കുറവ് പോലും, ശക്തമായ മഴ പോലും ഞാൻ കൂടുതൽ എൻ്റെ പ്രസംഗം ദീപിക്കുന്നില്ല. ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഈ ചുരുങ്ങിയ വേളയിൽ ഒരിക്കൽ കൂടി ഇത്രയും നല്ല ഒരു പ്രകടനവും അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു ജില്ലാ സമ്മേളനവും നടത്തിയ നമ്മുടെ ജില്ലാ കമ്മിറ്റിക്ക്, ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് ഒരിക്കൽ കൂടി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.